കൂടെയുള്ളവരെ നഷ്ടപ്പെടുമ്പോഴുള്ള ഒറ്റപ്പെടലിന്റെ വേദന മനുഷ്യരെ പോലെ മറ്റ് ജീവികൾക്കും അനുഭവപ്പെടാറുണ്ടെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജപ്പാനിലെ പ്രസിദ്ധമായ അക്വേറിയത്തിലെ പ്രധാന ആകർഷണമായിരുന്ന സൺഫിഷ് എന്ന മത്സ്യം കാണിച്ചു തന്നത്. ധാരാളം സന്ദർശകരുണ്ടായിരുന്ന അക്വേറിയം പുതുക്കിപ്പണിയുന്നതിന്റെ ഭാഗമായി സന്ദർശകർക്ക് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയതു മുതൽ മത്സ്യത്തിന്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം ജീവനക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി. വളരെ ഊർജ്ജസ്വലനായിരുന്ന മത്സ്യം ക്ഷീണിതനാവുകയും ഭക്ഷണം കഴിക്കാതാവുകയും ശരീരം അക്വേറിയത്തിന്റെ ഭിത്തിയിൽ ഉരക്കാൻ തുടങ്ങുകയുമൊക്കെ ചെയ്തതോടെയാണ് ഇൻഫെക്ഷൻ പോലെ വല്ല അസുഖവും ബാധിച്ചോ എന്ന് സംശയിച്ച അക്വേറിയം ജീവനക്കാർ മത്സ്യത്തെ വിശദമായി നിരീക്ഷിക്കാൻ തുടങ്ങിയത്. അക്വേറിയം അടച്ചതു മുതലാണ് മീനിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങിയതെന്ന് ബോധ്യപ്പെടുകയും പരിഹാരത്തിനായി പല വഴികളും തേടുന്നതിനിടയിൽ പരീക്ഷണമെന്നോണം മനുഷ്യരുടെ മുഖം അതേ വലുപ്പത്തിൽ പ്രിന്റ് ചെയ്തെടുത്ത് ജീവനക്കാരുടെ യൂണിഫോമിന് മുകളിൽ ഒട്ടിച്ചു വെച്ച് അക്വേറിയത്തിന് ചുറ്റിലുമായി സ്ഥാപിച്ചു. അതോടെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മനുഷ്യരുടെ മുഖങ്ങൾ തനിക്ക് ചുറ്റും വീണ്ടും കണ്ടു തുടങ്ങിയ സൺഫിഷ് ഒറ്റപ്പെടലിന്റെ വേദന മറന്ന് പഴയ ഊർജ്ജസ്വലതയിലേക്ക് തിരിച്ചെത്തി.